നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകാൻ പോലീസിലെ തന്നെ ചില സഹായിച്ചു എന്നുള്ള ചില വിവരമാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇക്കുറി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള വിവരം രാഹുൽ മാങ്കൂട്ടത്തിലോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംഘമോ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ള ഈ പാർട്ടി പുറത്താക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ള ചില സംഘാംഗങ്ങളുണ്ട്. ആ സംഘാംഗങ്ങൾ പോലും അറിയാതെ വളരെ രഹസ്യമാക്കി വയ്ക്കാൻ SITക്ക് സാധിച്ചു. നീക്കങ്ങൾ അത് പരമരഹസ്യമായി തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം എല്ലാ പഴുതികളും അടച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ KPM റീജൻസി ഹോട്ടലിൽ നിന്ന് രാത്രി 12:30 2002 മുറിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അല്ലേ ഹരി? തീർച്ചയായിട്ടും വരുൺ, ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല പുറത്തേക്ക് എന്നുള്ളതാണ്. അതും അന്വേഷണ സംഘത്തിൽപ്പെട്ട ഈ പ്രത്യേക സംഘത്തിൽപ്പെട്ട ആളുകൾ പോലും പൂർണ്ണമായിട്ടും ആ കേസിന്റെ വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. അതായത് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊന്നും എല്ലാ സംഘാംഗങ്ങളും അറിഞ്ഞിട്ട് പോലുമില്ല. മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്യാനെത്തിയ കസ്റ്റഡിയിലെടുക്കാനെത്തിയ സംഘത്തിൽപ്പെട്ട പോലീസുകാർക്കൊന്നും തന്നെ ഈ കേസ് ഏത് നിലയ്ക്കുള്ളതാണെന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. DYSP അടക്കമുള്ള ചില ആളുകൾക്ക് മാത്രമാണ് അതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ കേസിൽ ഒളിവിൽ പോയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്തേക്ക് കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചില ഉദ്യോഗസ്ഥരൊക്കെ തന്നെ റഡാറിൽ പെടുകയും ചെയ്തു. അങ്ങനെയാണ് SIT ആ സമയത്ത് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം അടക്കം ലഭിച്ചതിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനാകാത്തതിന്റെ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ അത്തരത്തിൽ വളരെ ഗൗരവ സ്വഭാവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ കാണുന്ന ഒരു വിഷയത്തെ മറ്റൊരു പരാതി കൂടി, അതും വളരെ ശക്തമായിട്ടുള്ള ഒരു പരാതിയും അതിന് സാധൂകരിക്കുന്ന തെളിവുകളും മൊഴിയും ഒക്കെ തന്നെ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും ഒരുപക്ഷെ രാഹുലിന് സഹായകരമാകുമെന്നുള്ളത് കൊണ്ടാണ് ഒരാൾ പോലും അറിയാതെയുള്ള നീക്കത്തിലേക്ക് കടന്നത്. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനായിട്ട് നൽകാൻ കഴിയുന്നത് 2 ദിവസം മുമ്പ് മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴിക്കുള്ള അപേക്ഷ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അന്വേഷണ സംഘം ചെയ്ത്, അതായത് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം പോലുമില്ല. അത്രത്തോളം തെളിവുകൾ കയ്യിലുണ്ട്. അതുകൊണ്ട് അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. അത് ഏത് സമയം വേണമെങ്കിലും, നാളെ ഒരു പക്ഷേ അതിന് അനുമതി ലഭിച്ചേക്കാം. അതിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ആ അപേക്ഷ കൊടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കസ്റ്റഡിയിലെടുക്കാനുള്ള അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും നിലയിലേക്ക് ഇതിൽ രഹസ്യമൊഴി കൊടുക്കാൻ വേണ്ടിയുള്ള ഇപ്പോൾ അതിജീവിത വരികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നാൽ ഒരു പക്ഷേ അതിൽ അഭിഭാഷകർ വഴി അറിയുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വഴി അറിയുകയോ ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തെളിവുകൾ പര്യാപ്തമാണ്. അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ എന്ന അഭിപ്രായം സേനയ്ക്കുള്ളിൽ തന്നെ ഉയരുകയും ഉന്നത ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ അനുമതി നൽകുകയും ചെയ്തു. ആഭ്യന്തര വകുപ്പിന്റെ അടക്കം കൃത്യമായ അനുമതി ലഭിച്ചുകൊണ്ടുകൂടിയാണ് MLA ആയിട്ടുള്ള പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് എന്നുള്ളത്. ഇന്നലെ രാത്രിയിൽ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്തൊന്നും തന്നെ ആരും പോലീസ് സംഘം നേരത്തെ തന്നെ അവിടെ എത്തി രാഹുലിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അക്കാര്യം പോലും അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേരളത്തിന് പുറത്തുപോയി ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രതി, കേരളത്തിൽ പലയിടങ്ങളിലും സ്വാധീനമുള്ള പല ഉന്നതരായിട്ടുള്ള വ്യക്തികൾക്കിടയിലും സ്വാധീനമുള്ള പ്രതിക്ക് അതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തവണ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നീക്കം വിജയകരമാക്കി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. കാരണം രാഹുൽ തുടക്കത്തിൽ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആദ്യമൊന്നും തന്നെ ഇവരുടെ കൂടെ പോകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ പുതിയ കേസിന്റെ വിവരങ്ങളൊക്കെ തന്നെ രാഹുൽ അറിയുന്നത് അപ്പോഴാണ്. ആദ്യഘട്ടത്തിലൊന്നും രാഹുൽ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീടാണ് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസാരിക്കുകയും അത് കൂടെ വന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരുമെന്നുള്ള കാര്യം അവർ ആശയവിനിമയം നടത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തോടൊപ്പം രാഹുൽ തിരിച്ചത്. അതല്ലായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ആ സമയത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു വിഷയത്തിലേക്ക് അത് പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം പോലീസ് അത്തരമൊരു നീക്കത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് രാഹുലിനെ അവിടെ നിന്ന് നേരെ പാലക്കാട് നിന്ന് നേരെ, അതും മറ്റൊരിടത്തേക്കും കൊണ്ടുപോകാതെ പത്തനംതിട്ട AR ക്യാമ്പ്, അതായത് പൂർണ്ണമായും സുരക്ഷയുള്ള ഏതെങ്കിലും നിലയിൽ പ്രതിഷേധമോ മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ അതിനെ തടയിടാൻ കഴിയുന്ന ശേഷിയുള്ള AR ക്യാമ്പിലേക്ക് തന്നെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുകയും പിന്നീട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ, അതും ഞായറാഴ്ചയാണ് എന്ന് ഓർക്കണം, ഞായറാഴ്ച എന്നുള്ള ദിവസമായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ മാത്രമേ ഹാജരാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഹാജരാക്കുക. തിരുവല്ല മജിസ്ട്രേറ്റ് ഇപ്പോൾ അവധിയിലാണ്. പകരം ചുമതല പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്കാണ്. നമുക്ക് ഒന്നുകൂടി റാഹീസിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഞാൻ മടങ്ങി വരാം. റാഹീസ് ഋഷീദ്, ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് 10 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് ശേഷം പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ ഹാജരാക്കുക. സ്വാഭാവികമായും ജാമ്യത്തിനായി രാഹുലിന്റെ ബന്ധുക്കളും രാഹുലിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ചില നേതാക്കളുമുണ്ട്. അവരും അഭിഭാഷകരെ കണ്ടിട്ടുണ്ടാവും. ജാമ്യത്തിനായ അഭിഭാഷകരെത്തും. പക്ഷേ സാധ്യതയില്ല. നിലവിലുള്ള പരാതി അത്രമേൽ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ്. റിമാൻഡ് റിപ്പോർട്ടും കസ്റ്റഡി റിപ്പോർട്ടും ആവശ്യപ്പെടും, മജിസ്ട്രേറ്റും കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.